കർണാടകയിൽ ഗുണ്ടൽപേട്ടിനടുത്ത് ബന്ദിപ്പൂർ കടുവാ സങ്കേതത്തിനകത്ത് 1450 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയാണ് ഹിമവത് ഗോപാലസ്വാമി ബേട്ട അഥവാ ഗോപാലസ്വാമി കുന്നുകൾ. ഈ ഗോപാലസ്വാമി കുന്നുകളെക്കുറിച്ചാണ് ഈ യാത്രയിലെ വിശേഷങ്ങൾ. വനമേഖലയായതുകൊണ്ട് തന്നെ മാനിനെയും മയിലിനെയും കാട്ടിയെയും ഒക്കെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. കേരളത്തിൽ നിന്നും ഗൂഡല്ലൂർ വഴി മൈസൂരിലേക്ക് പോകുമ്പോൾ ഹംഗള എന്ന സ്ഥലമെത്തുമ്പോൾ ഇടത്തോട്ടാണ് തിരിയേണ്ടത്. ഗുണ്ടൽപേട്ടിൽ നിന്നും പോരുകയാണെങ്കിൽ 10 കിലോമീറ്റർ ആകുമ്പോൾ ഈ സ്ഥലമെത്തും. അവിടെ നിന്നും വലത്തോട്ട്. ഹംഗളയിൽ നിന്നും ഗോപാലസ്വാമി മലയുടെ അടിവാരം വരെയുള്ള നീണ്ടു നിവർന്നു കിടക്കുന്ന റോഡും സമീപമുള്ള കാഴ്ചകളും സഞ്ചാരികളെ ആകർഷിക്കുന്നതാണ്. ഹംഗളയിൽ നിന്നും മലയുടെ അടിവാരം വരെയുള്ള പാതയുടെ ഇരുവശത്തും വിശാലമായ കൃഷിയിടങ്ങളുണ്ട്. സീസൺ അനുസരിച്ച് സൂര്യകാന്തി, ചെണ്ടുമല്ലി, ബന്ദി എന്നീ കൃഷികൾ മാറി മാറി കൃഷി ചെയ്യുന്നു. കേരളത്തിൽ നിന്നും നാടുകാണി ചുരം വഴിയും വയനാട് ചുരം വഴിയും ഇവിടേക്ക് എത്താം. ഇവിടെ നിന്നും പ്രൈവറ്റ് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. കർണാടക KSRTC ബസ്സിലാണ് പിന്നീടുള്ള യാത്ര. കുട്ടികൾക്ക് 35 രൂപയും മുതിർന്നവർക്ക് 70 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. രാവിലെ 8:30 മുതൽ 4 മണി വരെയാണ് ഇവിടെ പ്രവേശന അനുമതി. രാവിലെ വരികയാണെങ്കിൽ ജീപ്പിന് 800 രൂപ നിരക്കിൽ പോകാവുന്നതാണ്. കഴിവതും രാവിലെ പോകാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. കാരണം ആനിമൽ സൈറ്റിങ്ങും കോടമഞ്ഞും എല്ലാം നിറഞ്ഞ ഒരു സുന്ദര പ്രദേശമാണ് ഗോപാലസ്വാമി കുന്നുകൾ. പലയിടങ്ങളിൽ നിന്നും സഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നുണ്ടെങ്കിലും ക്ഷേത്ര ദർശനത്തിനാണ് മിക്ക ആളുകളും എത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചെറുതും വളവുകൾ ഏറെയുള്ളതുമായ വഴികളിലൂടെയാണ് പോകുന്നത്. പോകുന്ന വഴിയുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്താൻ ബസിന്റെ ഫ്രണ്ട് സീറ്റിൽ തന്നെയാണ് ഞാൻ ഇരുന്നത്. അങ്ങനെ ഗോപാലസ്വാമി കുന്നിൻ മുകളിലെത്തി. സുന്ദരമായൊരു പ്രദേശം തന്നെയാണ് ഇവിടം. ക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കുന്ന ഈ മരം കാണൽ വളരെ ഭംഗിയാണ്. കുറച്ചകലെ പുള്ളിമാൻ കൂട്ടങ്ങൾ മേയുന്നുണ്ട്. കയ്യിലുള്ള ക്യാമറ കൊണ്ട് അത്രയും അകലെയുള്ള ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കില്ല. ഇവിടെ വന്നതിൽ ഞങ്ങൾക്കൊരു നഷ്ടം തോന്നിയത് രാവിലെ വരാൻ പറ്റാത്തതാണ്. അടുത്ത തവണ മൈസൂരിൽ വരികയാണെങ്കിൽ ആദ്യ വണ്ടിയിൽ തന്നെ ഇവിടെ സന്ദർശിക്കും. ആയിരത്തി 1315 ഹൊയ്സാല കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. ചോള രാജാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. പിന്നീട് മൈസൂരിലെ വോഡയാർ രാജവംശം ഈ ക്ഷേത്രം മെച്ചപ്പെടുത്തി. അഗസ്ത്യാർ മുനി കഠിനമായ തപസ് അനുഷ്ഠിച്ചുവെന്നും അതിൻ്റെ ഫലമായി വിഷ്ണു ഈ സ്ഥലത്തെ അനുഗ്രഹിക്കുകയും
ഇവിടെ വസിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം. ആരാധനയ്ക്കും തപസ്സിനും വേണ്ടിയുള്ള സ്ഥലം ആയതിനാൽ സംസ്കൃതത്തിൽ ഹംസങ്ങളുടെ തടാകം എന്നർത്ഥം വരുന്ന ഹംസതീർത്ഥം എന്നാണ് ഇതിനെ മുൻപ് വിളിച്ചിരുന്നത്. ആനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾ ഇവിടെ പതിവായി കാണുന്നതിനാലാണ് കമ്പിവേലികൾ ഇട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് പോകാൻ ബസ് വന്നിരിക്കുന്നു. ഗോപാലസ്വാമി കുന്നിലെ വിശേഷങ്ങൾ അറിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് യാത്രയായി.